ആത്മാർത്ഥമായി പ്രയത്നിച്ചു എന്നുള്ളതാണ്. ഇന്ന് കാണുന്ന ഈ പശ്ചാത്തലം ഒരുക്കിയതിൻ്റെ പിന്നിൽ ശരിക്കൊരു ഗുരുദക്ഷിണയാണ്. എങ്ങനെയാണോ നമ്മുടെ ദ്രോണാചാര്യർക്ക് ഏകലവ്യൻ എങ്ങനെയാണോ ഒരു ഗുരുദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അത് അദ്ദേഹത്തിൻ്റെ പിരിവിൽ കുറച്ചിട്ടായിരുന്നു ഗുരുദക്ഷിണയായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ രത്നേട്ടൻ്റെ ശിഷ്യന്മാർ ഇവിടെ ഈ തരത്തിലാണ് രത്നേട്ടന് അവരുടെ ദക്ഷിണയായിട്ട് കൊടുത്ത് കണ്ണൂരിലെ ഒരു കാലത്തെ രാജകുമാരനായിരുന്ന രത്നേട്ടന് ഓർമ്മകൾ കണ്ണൂരിലെ ജനങ്ങൾക്കായി പങ്കുവച്ചിരിക്കുന്നു. ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഇത്രയും സംസാരിച്ചുകൊണ്ട് ഞാൻ കൂടി എൻ്റെ ഓർമ്മകൾ, രത്നേട്ടനുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്.